ഇനി മാർജിനൽ കോസ്റ്റിംഗ് എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത് ആപ്ലിക്കേഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ഇൻ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. അതായത് ഓരോരോ മാനേജറിയൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക് ഏതൊക്കെ രീതിയിൽ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു എസ് എ ആയിട്ട് തിയറി എപ്പോഴും വരുന്നതാണ്. വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതേപോലെ അപ്ലൈ ചെയ്യാൻ അറിയാൻ വേണം. അപ്പോൾ പ്രോബ്ലംസ് വെച്ചിട്ടാണ് ഞാൻ ഓരോ ആപ്ലിക്കേഷൻസും പറയുന്നത്. നമുക്കറിയാം മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്. നമ്മൾ വേരിയബിൾ കോസ്റ്റ് കൺസിഡർ ചെയ്തുകൊണ്ട്, അതായത് ഫിക്സഡ് കോസ്റ്റ് റിമൈൻസ് കോൺസ്റ്റൻറ്റ്, സോ വി കൺസിഡർ വേരിയബിൾ കോസ്റ്റ് ഫോർ കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ദ പ്രോഡക്റ്റ് ആൻഡ് while fixing the selling price also we consider marginal cost. അപ്പോൾ അങ്ങനെയുള്ളൊരു ടെക്നിക്കാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്സിൻ്റെ ഏതൊക്കെ രീതിയിൽ അപ്ലൈ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ആപ്ലിക്കേഷൻ വരുന്നത് ഏതാണ്? ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ് ആണ്, പ്രൈസിങ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വാല്യുബിൾ എയ്ഡ് ടു മാനേജ്മെൻറ്റ് ഇൻ ടേക്കിംഗ് മെനി മാനേജറിയൽ ഡിസിഷൻസ് ആൻഡ് ഇറ്റ് ഈസ് എ യൂസ്ഫുൾ ടൂൾ ഫോർ മേക്കിംഗ് പോളിസി ഡിസിഷൻസ്, പ്രോഫിറ്റ് പ്ലാനിങ് ആൻഡ് കോസ്റ്റ് കൺട്രോൾ. അപ്പം the information supplied by the total cost method is usually not sufficient to solve the managerial problems. അപ്പം ചില ഇമ്പോർട്ടൻറ്റ് മാനേജറിയൽ പ്രോബ്ലംസ് that are some of the important managerial problems where marginal costing technique can be applied are pricing decision, profit planning, make or buy decisions, problem of key factor, selection of suitable sales mix, effect of changes in sales price, alternative methods of production, determination of optimum level of activity, evaluation of performance and capital investment decisions. So these are the 10 applications of marginal costing. So we can discuss in detail each one. Okay, അപ്പോൾ ഫസ്റ്റ് പ്രൈസിങ് ഡിസിഷനാണ് പറയുന്നത്. അപ്പോൾ ഫിക്സിംഗ് ഓഫ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നതാണ്. ഫിക്സിംഗ് ഓഫ് സെല്ലിംഗ് പ്രൈസസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. Although prices are generally determined by market conditions and other economic factors, yet marginal costing technique assists the management in the fixation of selling prices. അതായത് fixation of selling prices under various circumstances പറയുന്നുണ്ട്. pricing under normal condition, during stiff competition, during trade depression, for accepting special bulk orders, accepting additional orders, utilizing the idle capacity, accepting export orders and exploring new markets. അപ്പോൾ ഈ ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസിൽ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു പ്രോബ്ലം വെച്ചിട്ട് ചെയ്യാം, എങ്ങനെയാണ് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാമെന്ന്. നമ്മുടെ ഇതാണ് പ്രോബ്ലം തന്നിരിക്കുന്നത്. എ ലിമിറ്റഡ് ഹാസ് an overall PV ratio of 60%. If variable cost of the product is ₹10, what will be the selling price? അപ്പോൾ നിങ്ങൾക്കറിയാം പി വി റേഷ്യോ എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ ടു സെയിൽസ് റേഷ്യോ. അപ്പോൾ കോൺട്രിബ്യൂഷൻ ടു സെയിൽസ് റേഷ്യോ 60% ആണെങ്കിൽ, പി വി റേഷ്യോ 60% ആണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് ടു സെയിൽസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 40% ആയിരിക്കും. അപ്പം വേരിയബിൾ കോസ്റ്റ് അതായത് സെല്ലിംഗ് പ്രൈസിൻ്റെ 40% ആണ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസിൻ്റെ 40% എന്ന് പറയുന്ന 10 ആണ് തന്നിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ശ്രദ്ധിച്ചോളാം, 10 × 100/40. സെല്ലിംഗ് പ്രൈസ് ഇസ് 25. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാം. ഓക്കെ, ദെൻ സെക്കൻഡ് ആപ്ലിക്കേഷൻ ഇസ് പ്രോഫിറ്റ് പ്ലാനിങ്. അപ്പോൾ പ്രോഫിറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താ പ്രോഫിറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, it involves the planning of future operations to achieve maximum profits and to maintain a desired level of profit. അതായത് ചിലപ്പോൾ സെല്ലിംഗ് പ്രൈസ് ചേഞ്ച് ചെയ്യും, വേരിയബിൾ കോസ്റ്റ്, പ്രോഡക്റ്റ് മിക്സ്, ഇതെല്ലാം ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇറ്റ് മേ എഫക്ട് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് എ കൺസേൺ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ദ റിക്വയർഡ് വാല്യൂ ഓഫ് സെയിൽസ് for maintaining or attaining a desired level of profit may be ascertained by using one formula. ആ ഫോർമുലയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഏതാണ് ഫോർമുല എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്, എന്നാലും നിങ്ങളൊന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. ഡിസയേർഡ് സെയിൽസ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസയേർഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഈ ഫോർമുല പഠിച്ചത് ഓർക്കുന്നില്ലേ? അപ്പോൾ ഇത് വെച്ചിട്ട് ഇന്ന് 2 ആപ്ലിക്കേഷനെ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ടൊരു പ്രോബ്ലം കൂടെ ചെയ്തിട്ട് നമുക്ക് നിർത്താം.
Okay, but the price structure of a cycle made by the cycle company limited is as follows. They have given margin, material cost, labor, variable overheads, fixed overheads, profit and selling price. This is based on manufacture of 1 lakh cycles per annum. 1 ലക്ഷം സൈക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെയാണ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി the company expects that due to competition they will have to reduce selling prices, but they want to keep the total profit intact. അപ്പം ഭയങ്കര കട്ട് ഔട്ട് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് മാർക്കറ്റിൽ. അതുകൊണ്ട് കമ്പനി എന്താക്കുകയാണ്, സൈക്കിളിൻ്റെ വില കുറയ്ക്കാൻ പോകുക, സെല്ലിംഗ് പ്രൈസ്. പക്ഷേ കമ്പനിക്ക് എന്ത് ചെയ്യണം, പ്രോഫിറ്റ് അതേ ലെവലിൽ തന്നെ നിർത്തണം. അപ്പോൾ വാട്ട് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ വിൽ ഹാവ് ടു ബി റീച്ച്ഡ്, അല്ലെങ്കിൽ how many cycles will have to be made to get the same amount of profit. അതായത് എത്ര സെയിൽസ് ഉണ്ടാവണം, സെയിം എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര സെയിൽസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സെല്ലിംഗ് പ്രൈസ് 10% കുറയ്ക്കുകയാണെങ്കിലും 20% കുറയ്ക്കുകയാണെങ്കിലും. അപ്പോൾ കമ്പനി കട്ട് ഔട്ട് കോമ്പറ്റീഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെല്ലിംഗ് പ്രൈസ് കുറയ്ക്കുന്നത്. ആദ്യം കമ്പനി 10% കുറയ്ക്കുകയാണെങ്കിൽ എത്ര സെയിൽസ് ഉണ്ടാവും എന്നുള്ളത് കണ്ടുപിടിക്കണം നമ്മൾ. അതേപോലെ 20%. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത്, ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഡിസൈഡ് സെയിൽസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതായത് ഫിക്സഡ് ഓവർ ഹെഡ് എന്ന് പറയുന്നത് 50 പെർ സൈക്കിളാണ്. പ്രസൻറ്റ് എന്ന് പറയുന്ന അന്നേരം പ്രസൻറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 50 ആണ്. അതായത് ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 50 lakh ആയിരിക്കും. അതായത് 1 lakh ആണല്ലോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നതും 50 lakh ആയിരിക്കും. പെർ യൂണിറ്റ് തന്നതിന് ഇൻറ്റു 1 lakh വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഡിസൈഡ് സെയിൽസ് കാണാനുള്ള ഫോർമുല ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് PV റേഷ്യോ യൂസ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ സെല്ലിംഗ് പ്രൈസ് 10% റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എത്ര സെയിൽസ് വേണം എന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പോണത്. അപ്പോൾ 10% റെഡ്യൂസ് ചെയ്യണ ന്യൂ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇപ്പോഴത്തെ സെല്ലിംഗ് പ്രൈസ് 200 rupees ആണ്. അപ്പോൾ 200 മൈനസ് 10% ഓഫ് 200, ദാറ്റ് കംസ് 180 rupees. അപ്പം എത്ര സെയിൽസ് ഉണ്ടാവണം എന്നറിയാൻ വേണ്ടിയിട്ട് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് സെയിം ലെവൽ തന്നെയാണ് നിലനിർത്തേണ്ടത്. അപ്പോൾ 50 lakh പ്ലസ് 50 lakh ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അപ്പോൾ ന്യൂ സെല്ലിംഗ് പ്രൈസ് 180 ആണ്, മൈനസ് കോൺട്രിബ്യൂഷൻ 100. So how many cycles will have to be produced or sold in order to maintain the same level of profit? 50 lakh profit നിലനിർത്താൻ വേണ്ടിയിട്ട് 1 lakh സൈക്കിളിന് പകരം സെല്ലിംഗ് പ്രൈസ് 10% റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ യു ഹാവ് ടു മേക്ക് ഹൗ മെനി സൈക്കിൾസ്? 1,25,000 സൈക്കിൾസ്. മനസ്സിലായോ? ഇനി ഇതേപോലെ തന്നെ സെല്ലിംഗ് പ്രൈസ് 20% കുറയ്ക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നോക്കാം. അപ്പോൾ ന്യൂ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 200 മൈനസ് 20% ഓഫ് 200, ദാറ്റ് കംസ് 160 ന്യൂ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ഡിസൈർഡ് സെയിൽസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ന്യൂ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റിൽ മാറ്റമില്ല, 50 lakh. പ്രോഫിറ്റും സെയിം ലെവൽ തന്നെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പോണത്. ഇപ്പോൾ 50 lakh ഡിവൈഡഡ് ബൈ ന്യൂ സെല്ലിംഗ് പ്രൈസ്, ന്യൂ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂ സെല്ലിംഗ് പ്രൈസ് 160 മൈനസ് വേരിയബിൾ കോസ്റ്റ് 100. ഓക്കെ, അപ്പോൾ എത്ര വരും? 1,66,667. അതായത് നിങ്ങൾ സെല്ലിംഗ് പ്രൈസ് 20% കുറയ്ക്കുകയാണെങ്കിൽ ആ സെയിം ലെവൽ ഓഫ് പ്രോഫിറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് 1 ലക്ഷം സൈക്കിളിന് പകരമായിട്ട് എത്ര ലക്ഷം സൈക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യും, സെല് ചെയ്യാൻ വേണം? 1,66,667. Okay, thank you.